അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അടിപൊളി നേവി ബ്ലൂ കളറിലുള്ള ഒരു കോട്ടൺ ക്ലോത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമായ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ തന്നെ വാങ്ങിയതാണ്. 3.4 മീറ്ററാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അതും നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ മീറ്ററിന് 129 രൂപയാണ്. ഞാനൊരു 3.4 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. മഞ്ചേരി കസവ് കേന്ദ്രത്തിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞങ്ങൾ എവിടെ നിന്നാണ് ക്ലോത്ത് വാങ്ങാറുള്ളത്, നല്ല ഭംഗിയുണ്ടല്ലോ ക്ലോത്ത് എന്നൊക്കെ. ഞാൻ എനിക്ക് ക്ലോത്തൊക്കെ വാങ്ങാറുള്ളത് ഞാനിതാ മഞ്ചേരി കസവ് കേന്ദ്രയിൽ നിന്നാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലോത്ത് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് എനിക്കുള്ള, അതായത് പ്ലസ് സൈസിലുള്ള ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനിതാ ഈ ഒരു കര ഇങ്ങനെ വരുന്നുണ്ട്, ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു കര വന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ കരുതി. എന്നിട്ട് നമുക്ക് നമ്മുടെ അളവുകളൊക്കെ കൊടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഒരു നോർമലായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഈ ചൂടൊക്കെ അല്ലേ, നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാനിതാ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ കരൻ്റെ അവിടുന്ന് കര കറക്റ്റായിട്ടല്ല, ഒരു ഇത്തിരി 1/4 ഇഞ്ച് ഒരു നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ ഉള്ള കിട്ടുന്ന രീതിയിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ആ ക്ലോത്ത് ഇങ്ങനെ 4 മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത്. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ലെങ്ത്ത് ഉള്ളതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലെങ്ത്തി ആയിട്ട് അടിക്കുന്നത് വെച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പ്. അപ്പോൾ ഞാനിതൊരു 52 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ 48 എടുക്കാറുള്ളത്. അപ്പോൾ അത് ആദ്യം ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ക്ലോത്ത് കറക്റ്റായിട്ട് പിടിക്കേണ്ട. കാരണം ഇങ്ങനെ പ്രിൻറ്റ് വരുമ്പോൾ എനിക്ക് എപ്പോഴും പ്രശ്നം വരാറുണ്ട്. പ്രിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഫ്രണ്ട് ഭാഗം ഈ ഒരു സൈസ് ആണെങ്കിൽ ബാക്ക് ഭാഗം വേറെ കുത്തന രീതിയിലൊക്കെ ഈ കാര്യം വരും. അപ്പോൾ ഞാൻ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ക്ലോത്ത് ഇതേപോലെ രണ്ടും വേറെ എടുത്തിട്ട് ഒരേപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. എനിക്ക് ഞാൻ ഈ പ്രിൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം വരുന്ന പ്രശ്നമാണത്. അപ്പോൾ ഞാൻ ഒരേ രീതിയിൽ പ്രിൻറ്റ് വരുന്ന രീതിയിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ഞാനൊരു 8.25 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഓവർസൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ 8 ഇഞ്ചാണ്, പക്ഷേ 8 ഇഞ്ചാണ് ഞാൻ കൈക്കുഴി എടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് ലെങ്ത്ത് 16 ഇഞ്ചും ഹിപ്പ് ലെങ്ത്ത് 22 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഈ 3 അളവുകളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ചെസ്റ്റ് കൈക്കുഴിക്ക് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ 48 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ്. അതിന് 4 ഭാഗമാക്കിയിട്ടുള്ള അളവും പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇങ്ങനെ എൽ ഷേപ്പിൽ വരച്ചതിന് ശേഷം കൈക്കുഴിയും കൂടിയും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേസ്റ്റ് റൗണ്ട് ഇതിൻ്റെത് 46. അപ്പോൾ അതിന് 4 ഭാഗമാക്കി അളവും പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അളവുകൾ അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹിപ്പ് റൗണ്ട് ഇത് 52. 52ന് 4 ഭാഗമാക്കിയ ശേഷം പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നമ്മൾ ഏലയും കുർത്തിയൊന്നല്ല സ്റ്റിച്ച് ചെയ്യണത്, പക്ഷേ അത് എന്നാലും ഞാനിങ്ങനെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഏലയും കുർത്തിയല്ല, നേരെയല്ല വരച്ചത്, ക്ലോത്ത് ഫുള്ളായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓപ്പൺ ഞാൻ ഏകദേശം ഒരു 40 ഇഞ്ച് ലെങ്ത്തിലാണ് 38 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്നല്ല ഓപ്പൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗം ഒരുമിച്ചാണ് പിടിച്ച് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ അത് രണ്ടും സെപ്പറേറ്റ് ആക്കി ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിലാണ് ഇപ്പം വെച്ചു കൊടുക്കുന്ന ക്ലോത്തിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിലാട്ടോ അപ്പോൾ വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിലായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വിടുത്ത് കൊടുക്കാറുള്ളത് 4 കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു അടയാളം 5 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ജസ്റ്റ് 5 ഇഞ്ചോളം ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു താഴെ വരെ. എന്നിട്ട് ഒരു ലൈൻ ആ ചോക്ക് കൊണ്ട് ഒന്നൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്രഭാഗം വേണം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അതേപോലെ തന്നെ ഒന്ന് അളന്നിട്ട് അതേപോലെ 5 ഇഞ്ച് തന്നെ എടുത്ത് ഒരു നേരത്തെ അവിടെ അപ്രഭാഗം ചെയ്ത പോലെ തന്നെ ഇപ്രഭാഗം 5 ഇഞ്ച് ലെങ്ത് ഇങ്ങനെ വീതി അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മുടെ നെക്ക് പിടുത്തം അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ 3.5 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് 4.5 കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു അളവിലുള്ളവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാനതാ ജസ്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ മടക്കിയ വരയിലൂടെ ലൈനിലൂടെ നമ്മൾ ഈ കര ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നമുക്കൊരു വെറൈറ്റി വേണ്ടേ, നമ്മൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിലും ഒക്കെ നമ്മൾ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഓരോരോ മോഡൽ നമ്മൾ മനസ്സിലേക്ക് വരില്ല, അങ്ങനെ വന്നൊരു ചെറിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കര ഇങ്ങനെ ഇവിടെ വെച്ചിട്ട്, അതായത് ആ 5 ഇഞ്ചിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് വരുന്ന രീതിയിലാട്ടോ, ഇപ്പുറ ഭാഗത്തേക്കല്ല, അതായത് നമ്മൾ നെക്ക് വരുന്ന ഭാഗത്തേക്കല്ല, അപ്പുറം സൈഡിലേക്ക് ആ ഒരു കര വരുന്ന രീതിയിലാണ് ഇതുപോലെ 2 ഭാഗത്തും നമ്മളൊന്ന് വെച്ച്. ഏതായാലും ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്ന ക്ലോത്താണിത്. ക്ലോത്ത് കണ്ട് സ്ലീവിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കണം. ഈ ഒരു പ്രിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സ്ലീവിൻ്റെ നമ്മൾ ഡിസൈൻ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ ഇത് ലെങ്ത്ത് ഒരു 18 ഇഞ്ച് ഉണ്ടായിരുന്നു ലെങ്ത്ത്, അതങ്ങോട്ട് എടുത്തു. പിന്നെ റൗണ്ട് പിന്നെ ഈ ഒരു കൈക്കുഴീൻ്റെ അളവും കിട്ടുന്ന രീതിയിൽ ഇതാ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ബാക്കി വരുന്ന പീസ് നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈക്കൂടി ഇതാ നമുക്ക് 12 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ഞാൻ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു, ഇങ്ങോട്ട് 4 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തു. ലെങ്ത്ത് ഇതാ കറക്റ്റ് 18 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്ലീവ് റൗണ്ട് ഒരു 8 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഒക്കെ സ്ലീവിൻ്റെ ഭാഗം ഒക്കെ കുറച്ച് ലൂസാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കറക്റ്റ് അളവൊന്നുമല്ല കൊടുത്തിട്ടുള്ളത്, കുറച്ചൊരു ലൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഇങ്ങനെ നേരെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പകുതി ആവുന്നത് വരെ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഈ ലൈനിൻ്റെ ഇപ്പുറത്തൂടെയും പകുതിക്ക് ശേഷം ലൈനിൻ്റെ അപ്പുറത്തൂടെ ആയിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അവിടെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ലേസ് ഇത് ഈ ഒരു കര നമുക്കവിടെ വെച്ച് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ ലൈനിൻ്റെ അപ്പർ സൈഡിൽ കര വരുന്ന രീതിയിലാണ് കണ്ടത്. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തത്. ലൈൻ വരച്ച് അവിടെ നമ്മൾ ചോക്കൊണ്ട് വരച്ചതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ വളഞ്ഞു വരികയോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ അളവുകൾ കൊടുത്തിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെച്ച് ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. എങ്ങനെ എന്താവുന്നോ ഒന്നും എനിക്ക് അറിയുണ്ടാവുന്നില്ല. ഞാൻ മനസ്സിൽ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാലും തോന്നി. കര ഇങ്ങനെ വന്നത് കണ്ടപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഏതായാലും നമുക്കുള്ളതല്ലേ, ഇനിയിപ്പോൾ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം വരിക. അപ്പോൾ ഞാൻ ഈ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി, അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഞാൻ മറ്റേ സൈഡും അതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ആ കര മാത്രം കാണുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അപ്പർ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് കര ഉണ്ടായിരുന്നു കേട്ടോ, അതാണെങ്കിൽ നമുക്ക് സ്ലീവിനും തികയത്തില്ല, ഒന്നിനും തികയാത്തൊരു ടൈപ്പ് കരയായപ്പോൾ ഞാൻ ഈ 2 സൈഡിലേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഞാൻ ഏകദേശം വേസ്റ്റ് ലെങ്ത് എടുത്തിട്ടില്ല, അതിൻ്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16 ഞാനിതൊരു 13-14 ഇഞ്ച് ലെങ്ത്തിലാണ് ആ ഒരു കര വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നെക്ക് കുറച്ചൊരു കട്ടിയുള്ളൊരു ബ്ലൂ കളറിലുള്ള ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും വെക്കാത്തല്ലേ, അപ്പോൾ കുറച്ച് ക്യാൻവാസും എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു കട്ടിയുള്ള ഈ ഒരു ക്ലോത്തിൽ നെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 4 തന്നെയാണ്. പിന്നെ ലെങ്ത്ത് 7 ഇഞ്ചാണ് ഞാൻ എടുക്കാറുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പൊക്കെ പോയി വരുമ്പോൾ നമുക്കൊരു 6.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. അത് ഞാൻ വി ഷേപ്പിൽ വരച്ചിട്ട് അത് കുത്തന വേഗത ഞാൻ ചെറുതായിട്ട് കണ്ടോ നമ്മളൊരു ചെറിയൊരു ഇങ്ങനെ കുഴിയെ പോലെ വരച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഷേപ്പ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെൻറ്ററും കട്ട് ചെയ്ത് അപ്പുറ സൈഡും കൂടി പതിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു. ഇതൊരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു ക്ലോത്താണ് കേട്ടോ, ഈ ഒരു തുണി നല്ലൊരു പിന്നെ കട്ടിയുണ്ട്. അപ്പോൾ അത് നെക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി അതല്ല നമ്മൾ കട്ടിയിലെ ക്ലോത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസിൽ വെച്ച് നെക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നിൽക്കും. നെക്ക് നമുക്കൊരു കംഫർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ ബാക്ക് നെക്കിനും ഇതേപോലെ തന്നെ 4 ഇഞ്ച് തന്നെ വിടുത്തു 4.5 ഇഞ്ചാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പാണ് ബാക്കിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിലേക്ക് പതിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ കട്ടി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കേട്ടോ. അപ്പോൾ
മുൻഭാഗത്ത് നമ്മൾ വീനക്കും ബാക്കിൽ റൗണ്ട് നെക്കുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാവുമല്ലോ. അപ്പോൾ അതാ നമ്മൾ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഈ വീനെക്കിലോട് സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കാം. അപ്പോൾ തയ്ക്കണേ പിന്നെ ആ ചുറ്റുഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ ആ ഒരു ക്ലോത്തിൻ്റെ. അപ്പോൾ നമ്മൾ ബാക്കിനൊക്കെ അതുപോലെ തന്നെ ചെയ്ത് ഷോൾഡറൊക്കെ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ബാക്കിലുണ്ടോ റൗണ്ടും ഫ്രണ്ടിൽ വീയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചത് എനിക്ക് കുറച്ചൊരു ലെങ്ത്ത് കുറവ് 18 ഇഞ്ചുള്ളൂ. ഞാനൊരു 19-20 കുറച്ചൊരു ഇറക്കണ്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചൊരു ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ഒന്നും വെച്ച് കൊടുക്കാനില്ലല്ലോ, കാര്യം അവിടെ വെച്ച് കൊടുക്കാനില്ലാഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എഴുതി ഈ ഒരു പീസ് അങ്ങനെ നമ്മളെ പ്രിൻ്റ് ഇങ്ങനെ എന്താ പറയുക ക്ലോത്തിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ സ്ലീവിന് ഈ കുത്തനെയല്ലേ വരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ വീതിയിൽ വരുന്നതാണ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചെറുതായിട്ടൊന്ന് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താണ് നമ്മുടെ പ്രിൻ്റ് ഒന്നിങ്ങനെ നേരെ വരുന്നത് ഒന്നിങ്ങനെ വീതിയിൽ വരുന്ന രീതിയിൽ താഴേക്കൊരു പീസ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടു. അതൊന്നും ഭംഗി ഉണ്ടാവുമോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ലാസ്റ്റ് ഇട്ടിട്ടുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ലീവ് അതവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ഷോൾഡർ കൂട്ടി തയ്ച്ച ഭാഗത്ത് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തയ്ക്കുക. വീണ്ടും സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് മറ്റേ സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ സ്ലീവ് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടോ അതവിടെ അവിടെ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗം നമ്മൾ സ്ലീവ് റൗണ്ടും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു പിന്നെ നമ്മൾ ഓപ്പൺ സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇപ്പോൾ സാധാ കുർത്തി നമ്മൾ ഷേപ്പായിട്ട് ചെയ്യുന്ന കുർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തിൻ്റെ അവിടുന്നാണ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അവിടുന്നൊക്കെ ആകുമ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ ആ അളവിനെ 4 ഭാഗമാക്കിയിട്ടുള്ള അളവിലേക്ക് ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കാറുള്ളത്. ആ ഒരു രീതിയിലാണ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ളതായതുകൊണ്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കൈയിൻ്റെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ താഴെ വരെ അതായത് ഇതാണോ നമ്മൾ 30-38 ഇഞ്ച് താഴെയാണ് നമ്മളിത് അവിടെ കണ്ടോ ഇവിടെയാണ് നമ്മൾ ഓപ്പണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ വരെ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എവിടെയാണോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ ചരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഓപ്പണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ കുർത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് കുറച്ച് നേരെ വരുന്ന രീതിയിലായിരിക്കില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്പണിനനുസരിച്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല അതിനനുസരിച്ച് നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കാറാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ ആകുമ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടും. ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ ഇങ്ങനെ മടക്കാനോ നമ്മൾക്ക് അളവിനനുസരിച്ച് മടക്കാനൊക്കെ പറ്റും. പക്ഷേ വേറെ ഏതെങ്കിലും സിൽക്കോ അല്ലെങ്കിൽ ജോർജറ്റൊക്കെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ മടക്കിയിട്ട് നമ്മൾ ആ മടക്കിൻ്റെ അവിടെ അങ്ങോട്ട് നമ്മൾ ആദ്യം ഒന്നും മടക്കില്ല, ആ മടക്കിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷമാണ് പിന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിന് ആ ഒരു മോഡൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഇത് മറ്റേ സൈഡും ഇതേപോലെ ആണോ ഇതേപോലെ അങ്ങോട്ട് പിടിച്ചിട്ട് മടക്കിയിട്ട് ചെറിയ ഒരു 1/2 ഇഞ്ച് വീതിയെ ഞാൻ ഇതിൽ ആ ഒരു മടക്കിന് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കുർത്തി ഇപ്പോൾ സാധാ നമ്മൾ നോർമൽ ടൈറ്റായിട്ട് ഷേപ്പൊക്കെ ആയിട്ടുള്ള ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ആയിരിക്കും സ്ലിറ്റ് തയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ 1 ഇഞ്ച് വീതിയിലൊക്കെ മടക്കിയിട്ട് തയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ നോർമലി നമ്മളൊരു താഴെ വെറുതെ ഒരു ഓപ്പണ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് രണ്ടും ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം അവിടെ കണ്ടോ ഇങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതുപോലെയാണ് ഞാൻ സാധാരണ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്തിക്ക് അത് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഒരു കരയിൽ ഈ ഒരു ഭാഗത്തുകൂടി ഒരു വട്ടം കൂടി തയ്ക്കാം നമുക്ക് ആ തുമ്പത്ത് കൂടി. പക്ഷേ ഞാനിത് ചെയ്യുന്നില്ല. ഇതൊരു നോർമൽ ഒരു എന്താ പറയുക നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കുർത്തി അങ്ങനെ ആ ഒരു ഓപ്പണൊക്കെ വെറുതെ അങ്ങോട്ട് വരുന്നൊരു ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ആ സൈഡിലൂടെ തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നല്ലൊരു നമ്മൾ കുർത്തിക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒന്ന് കാണിക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പം നടുവിലൊക്കെ കരയൊക്കെ വന്നിട്ട് ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നെക്ക് ഒരു വി നെക്കാണ് നമ്മൾ കൊടുത്തിട്ട് 2 സൈഡിൽ ആ കരയൊക്കെ എവിടെ വരും എന്നുള്ളതൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. ഞാനൊരു 13.5 ഇഞ്ചിലാണ് ആ ഒരു ലേസ്
ലേസ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സ്ലീവ് കണ്ടോ, അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ലേസ് ആ ഒരു മാച്ച് ചെയ്യുന്ന ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ലുക്കും കൂടി കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ള ലുക്ക്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു രൂപം എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, ഒരു പരീക്ഷണത്തിൻ്റെ ഡ്രസ്സായിരുന്നു ഇത്. ഇങ്ങനെ വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ആ കാര്യം അങ്ങനെ ജസ്റ്റിലൂടെയും ആ ഒരു സൈഡിലൂടെയൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. നല്ല പിന്നെ ക്ലോത്ത് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര കംഫർട്ടായിരുന്നു. പിന്നെ സ്ലീവ് നമ്മളിപ്പോഴത്തെ ആ ഒരു ട്രെൻഡായിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടും ലൂസായിട്ടൊക്കെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് കണ്ട് നല്ല കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് കളർ ആകുമ്പോൾ തന്നെ നമുക്കൊരു ഒതുക്കവും തോന്നും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യുക വണ്ണം അധികം തോന്നൂല എന്നുള്ളത്. അത് തോന്നും, പിന്നെ നമ്മൾ കാലത്തിനൊപ്പം നമ്മൾ പോകണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ തയ്ക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര കംഫർട്ടായി. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റും കൂടിയും പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.